രേഖാചിത്രത്തിന്റെ കോള് വരുമ്പോ എന്തായിരുന്നു എക്സൈറ്റ്മെന്റ്? എനിക്ക് വലിയ എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടിവി ഷോകളിലും ബാക്കിയുള്ള ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. അന്നേരം ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു. അതൊന്നും വലിയൊരു നിലവാരത്തിലേക്ക് എത്തിയിരുന്നില്ല. കാരണം അത് എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ളൊരു പരിപാടി ആയിരുന്നില്ല. കാരണം സാറിനെ പോലെ ഒരാളെ ചെയ്യുക, നമ്മൾ മുഖം കൊണ്ടുള്ള മാനറിസം നമ്മൾ ചെയ്യാം. പക്ഷെ ബോഡിയും കൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു പേടിയുണ്ടായിരുന്നു വിളിച്ചപ്പോൾ. അതിന് ഞാൻ ഡയറക്ടറായിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുള്ള സുമേഷാണ് എന്നെ അവിടുന്ന് വിളിക്കുന്നത്. അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഞാൻ വന്ന് നോക്കാം. വന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾക്കെല്ലാം കുഴപ്പമില്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും വരാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഇച്ചിരി വെയിറ്റ് കൂടുതലായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. അതായത് ഒരു 90 കിലോ 89-90 കിലോ അടുത്ത് നല്ലൊരു ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്നു. എൻ്റെ വീഡിയോസ് എല്ലാം ഡയറക്ടർ കണ്ടു. കണ്ടതിന് ശേഷം പറഞ്ഞു വണ്ണം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. വണ്ണം കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു. അങ്ങനത്തെ ഞാൻ വണ്ണം കുറയ്ക്കുകയായിരുന്നു. ഒരു 30 ദിവസം ഇല്ലായിരുന്നു. അതിന് മുമ്പേ ഷൂട്ട് തുടങ്ങണം. അപ്പം അതിനനുസരിച്ച് നല്ലൊരു ഇത് ജോയിങ്ങും അതും ഇതൊക്കെ ആയിട്ട് ശരിക്കും വണ്ണം കുറച്ചു. 78 കിലോ എടുത്ത് അത്രയും കുറച്ച്. അപ്പൊ അത്രയും കുറച്ചിട്ടാണ് ഇതിലേക്ക് ഒരു ആപ്റ്റായിട്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കും. ഡയറക്ടറിനെ വിളിക്കും, ജോഫിൻ സാറിനെ വിളിക്കും. ബോഡി എങ്ങനെയുണ്ടെന്ന് നോക്കും. കുഴപ്പമില്ല. അപ്പൊ അവർ ഫിറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനും ഇത് മതി, നമുക്ക് ഇതിനോട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു.